വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു, ഫ്രഷ് ആയി. അപ്പൊ നമ്മള് ഒന്ന് പുറത്തു പോവാൻ നിക്കാണ്. അപ്പൊ ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ ടു മീ. അപ്പൊ നമ്മള് ഇന്ന് എങ്ങോട്ടാ പോകുന്നത് കറക്റ്റ് അറിയില്ല. നമ്മള് സ്കൈ ഗാർഡൻ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഇനി പ്ലാൻ ചേഞ്ച് ആവുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പൊ ഇന്നലെ നമ്മള് ചെറുതായിട്ട് രാത്രി 12 മണിയായപ്പോ എനിക്ക് കുനാഫ ആണ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത് കേക്കിന് പകരം. അപ്പൊ കുനാഫ ഒക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ കൊടുക്കാം കേട്ടോ, അതിന്റെ കൂടെ തന്നെ ഞാൻ കൊടുക്കാം. ഇന്നലെ രാത്രി എടുത്തത്. അപ്പൊ നമുക്ക് പുറത്തു പോയാലോ? അപ്പം ഹാപ്പി ബർത്ത്ഡേ നിഷ. ഇത് നിഷയുടെ 24th ബർത്ത്ഡേ ആണ്. അപ്പോ ഞങ്ങള് ഒരു വലിയ ഡയറ്റിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയമാണ്. ഡയറ്റ് ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ വളരെ കൺട്രോളാണ്. അപ്പൊ ഞാന് എങ്ങനെ ഒരു മധുരമില്ലാണ്ട് ബർത്ത്ഡേ തുടങ്ങാം. അപ്പൊ ഞാൻ ശരിക്കും ആദ്യപട്ടിന് കേക്ക് വാങ്ങണമെന്ന് വിചാരിച്ച്. പക്ഷെ ലെറ്റോ കഫേ പോയിട്ട്, പക്ഷെ അതിപ്പോ അല്ല ഈ ടൈമിലായതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഒരു കുനാഫ വാങ്ങി. ഞങ്ങൾ നാളെ അവിടെ പോവാന്ന് വിചാരിക്കുന്നത്. നാളെ അവിടെ പോയി പുറത്തൊക്കെ കറങ്ങി അതിന്റെ വീഡിയോസ് ഒക്കെ നാളെ എടുത്ത് യൂട്യൂബിലിടാൻ വിചാരിക്കുന്നത്. അപ്പോ നിഷ ഹാപ്പി ബർത്ത്ഡേ, നല്ലൊരു വർഷമായി തീരട്ടെ. അപ്പം ഞങ്ങൾ കുനാഫ കഴിച്ച് നിഷന്റെ പുതിയൊരു വർഷം തുടങ്ങാൻ പോവാ. നിഷ അപ്പൊ നമ്മള് സ്കൈ ഗാർഡൻ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്ലാന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ടിക്കറ്റ് ഫുള്ളാണ്. ഇനി നെക്സ്റ്റ് ടിക്കറ്റ് 28-നാണ് കേട്ടോ അവൈലബിൾ. അപ്പൊ അത് കാരണം ഇനിയിപ്പോ എങ്ങോട്ടാ പോണേന്ന് അറിയില്ല. എന്തായാലും ട്രെയിൻ കയറിയിട്ട് നോക്കാം. ഇന്ന് ഒരു തരം എന്താ പറയുക, ഒരു മൂടി നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ. മഴ ഇല്ല, മഴ കാണിക്കുന്നില്ല, പക്ഷെ എന്തോ ഒരു സുഖമില്ലാത്തൊരു വെതർ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ വീഡിയോ ജനുവരി 15-നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ തിരക്കുകൾ കാരണം ഞങ്ങൾ നീട്ടി വെച്ചതായിരുന്നു. പിന്നെ നമ്മൾ വീട് മാറുന്ന തിരക്കായിരുന്നു. വീട് മാറുന്നതൊക്കെ ഒരു സ്റ്റോറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറയാം. നമ്മളിപ്പോൾ വീട് മാറിയിട്ടുണ്ട്. ഈ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ വീട് മാറിയിട്ട് 1 മന്ത് ആവാനായി. അപ്പോൾ അത് കാരണമാണ് കേട്ടോ നമ്മൾ വീഡിയോസൊന്നും അധികം ഇടാതിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കോവന്റ് ഗാർഡനിലോട്ടാണ് കേട്ടോ. നമ്മൾ ഹോൾബോളിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അവിടെ നിന്ന് ട്രെയിനിലും കയറാം, പക്ഷെ നടക്കാന്ന് പറയുമ്പോൾ അത്ര ദൂരമൊന്നുമില്ല. നമുക്ക് നടന്നു പോകുന്ന ആ ഒരു ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത്ര ലോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ആപ്പിൾ മാർക്കറ്റ്. അപ്പം അതിനുള്ളൊക്കെ ഒന്ന് പോയി കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് നോക്കാം.
കാണുന്ന പാവകളൊക്കെ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. അവർ കൈകൊണ്ട് തന്നെ തുന്നി ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരുപാട് എന്താ പറയുക, റിങ്, ചെയിൻ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. കണ്ട് നടക്കാൻ നല്ല രസമാണ്. പിന്നെ കുറേയൊക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ചെറുതാണെങ്കിലും പക്ഷേ നല്ല പ്രൈസാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അടിപൊളിയാണ് ഇതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ടീഷർട്ടും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റൊക്കെ ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ കുറേയൊക്കെ. ഉള്ളത് ആപ്പിൾ മാർക്കറ്റിലാണ്. ഇവിടെ ഒരുപാട് നല്ല കോസി ആയിട്ടുള്ള ഒരുപാട് നൈസ് ഷോപ്സ് ഉണ്ട്. ഷോപ്സ് മാത്രമല്ല, റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് കഴിക്കാൻ പറ്റുന്ന പബ്സ്. ഇപ്പൊ ഞങ്ങള് നല്ല ബ്രാൻഡഡ് ഷോപ്സ്, പിന്നെ നല്ല ലൈവ് മ്യൂസിക്, വേറെ തന്നെ ഒരു ആംബിയൻസാ, ഭയങ്കര റീഫ്രഷ്ഡ് ആവും. ഞങ്ങളെ നോക്കിയ ഒരു 360 ഡിഗ്രി വ്യൂ കാണിച്ചു ആപ്പിൾ മാർക്കറ്റിൽ. വേറെ തന്നെ ഒരു നല്ലൊരു ചിൽ വൈബാ. അപ്പോൾ ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട്. മീൻ ലൈക്ക് വാച്ചസിന്റെ ഒക്കെ ലക്ഷറി പ്രൊഡക്ട്സിന്റെ ഷോപ്സും ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ എടുത്ത് കാണിച്ചു പോവാം. ഇവിടെ വാച്ചസ് എല്ലാം ഡിസ്പ്ലേയിൽ വെച്ചേക്കാണ്. ഇത് റോളക്സിന്റെ ഒരു സ്റ്റാളാണ്. വാച്ചസിന്റെ പ്രൈസ് നോക്കി 5 ലക്ഷം, നാട്ടിലെ 5 ലക്ഷം. ഈ കാണുന്ന വാച്ചില്ലേ നമ്മുടെ സെന്ററിലുള്ള ഈ വാച്ചിന്റെ റേറ്റ് ഏകദേശം നാട്ടിലെ 19,10,10,000 രൂപ. അതിന്റെ മുകളിലായിട്ട് വരും 19,10,20,000 ഒക്കെ ആയിട്ട് അപ്രോസ്. പിന്നെ ആ കാണുന്ന വാച്ച് റോളക്സിന് 15 ലക്ഷം രൂപ, ഇതിന് 12 ലക്ഷം രൂപ. അങ്ങനെ വളരെ എക്സ്പെൻസീവായ വാച്ചൊക്കെയാണ് ഇപ്പം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് ആപ്പിൾ മാർക്കറ്റിൽ. ഒരു നൈസ് എക്സ്പീരിയൻസ്. എല്ലാ ബ്രാൻഡ്സും അതിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കണ്ടുകാണ്ട് ഇങ്ങനെ നടക്കാം. അതേപോലെ കുറഞ്ഞതും ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ 4 lakh 3 lakh. ഈ കാണുന്ന വാച്ചൊക്കെ 2 lakh റേഞ്ച് വരുന്നതാണ്. അങ്ങനെയൊക്കെ ഇപ്പോഴും അങ്ങനത്തെ വാച്ചസിനോട് ക്രൈസുള്ള ആളുകൾ ഇങ്ങനത്തെ വാച്ചസ് വന്ന് വില കൂടിയൊക്കെ എടുക്കും. കൂടുതലും യങ് ജനറേഷൻസിനോടൊക്കെ ഇപ്പൊ ഡിജിറ്റൽ വാച്ചിനോടല്ലേ കമ്പള്ള. അങ്ങനെ ഹുബ്ലോട്ടിന്റെ മെക്സിക്കോ പാരീസ് ഹുബ്ലോട്ടിന്റെ വാച്ചസ്, ഇതൊക്കെ ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡ്. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണെന്ന് എനിക്ക് വലിയ ഐഡിയൊന്നുമില്ല, എന്നാലും സംഭവം ഇതൊക്കെ തന്നെയാണ്. ഹുബ്ലോട്ടിന്റെ ഈ വാച്ചിന്റെ റേറ്റ് ഏകദേശം 19 ലക്ഷം രൂപ വരും. ആ കാണുന്ന വാച്ചിന് നൈസ് വാച്ച്. കാണാൻ രസമുണ്ട്. സമയമൊന്നും കാണുന്നില്ല, പക്ഷെ വേറെ തന്നെ ഡിസൈൻ ആയിരിക്കും. ഇതൊക്കെ അറിയുന്ന ആളുകൾക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കാം. നൈഷ നിഷയ്ക്ക് ചെറിയൊരു തലവേദന ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ നടന്നിട്ട് ഇവിടെ നീൽസ്യാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ളതാ. ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ട്രാവലേഴ്സ് റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് കോവന്റ് ഗാർഡന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല കോസി ഷോപ്സും നൈസ് വൈബുള്ള ഷോപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ തന്നെ നമ്മളെ ഒരു മെൻറ്റാലിറ്റിയും നമ്മളെ ടോട്ടലി മൂഡും എല്ലാം ചേഞ്ച് ആവും. ലൈക്ക് നമ്മൾ ഐഫോണൊക്കെ യൂസ് ചെയ്യണവർക്ക് ഫിൽറ്റർ ഇട്ടങ്ങനെ അതേപോലെയാണ് ഓരോ സ്ട്രീറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള അവരുടെ പെയിൻറ്റിങ് ആണെങ്കിലും അവരുടെ ആർട്ട് ആണെങ്കിലും അതൊക്കെ കാരണം കൊണ്ട് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് നമ്മളിൽ നിന്ന് നമ്മുടെ എനർജി മാറ്റും, നമ്മുടെ മൂഡെല്ലാം മാറ്റും. അപ്പം നല്ലൊരു സംഭവമാണ് നീലിയാട് എന്ന് കേട്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ നിഷപ്പം ഇനി കാണിക്കും നമ്മുടെ ചാനലിൽ. നിഷ നീലിയാട് നമ്മൾ കയറുന്ന ഈ ഭാഗം മുതലാണ്ട് തുടങ്ങും. ഒരുപാട് പഴക്കുള്ള പബ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നിഷ ക്യാമറ എൻ്റെ കയ്യിൽ തന്നിട്ട് നടക്കാണ്. ബെനിഫിറ്റ് എല്ലാം ഉള്ളത് നിഷ പറയുന്നുണ്ട്. നമുക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല, അവിടെ പോയി പൈസ വന്നിട്ടില്ല. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. ആദ്യം കോഫിയൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടേസ്റ്റ് നോക്കാൻ വാങ്ങിച്ചിട്ടോ. അങ്ങനെ 2 നേരം ചായയും കോഫിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ നിന്ന് എടുത്ത് കുടിക്കുകയാണ് ചെയ്തത്. കലോറി ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പകുതി കോഫി അത് ഇരുന്ന് കുടിക്കുന്നു. തള്ളപ്പോ കുറച്ച് ഉമ്മായിട്ടൊക്കെ തള്ളണ്ടേ. അപ്പൊ ഞങ്ങളിതാ ഒരു കോഫി ഒക്കെ കുടിച്ചു. അങ്ങനെ ഇപ്പൊ സെൻട്രൽ ലണ്ടൻ വെൽ കണക്റ്റഡ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങൾക്ക് എത്തുന്നു. അങ്ങനെ നടന്ന് ഞങ്ങളിതാ ചൈന ടൗണിൽ എല്ലാ മെയിൻ ടൗണിൻ്റെ അകത്തും ചൈന ടൗൺ ഞാൻ മിക്ക സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആംസ്റ്റർഡാമിൽ നമ്മൾ പോയപ്പോഴും അവിടെ ഒരു ചൈന ടൗൺ ഉണ്ടായിരുന്നത്. അതേപോലെ ദുബൈയിൽ ഒരു ചൈന ഡ്രാഗൺ മാർട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ ഫുൾ ചൈനീസ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിറ്റി എല്ലാവരും ടുഗദറായിട്ട് അവരവരുടെ ബിസിനസ്സും അവരുടെ കമ്മ്യൂണിറ്റിനെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ചൈന ടൗൺ എന്ന് പറയുന്നത്. ഫുള്ള് ചൈനീസ് മാതൃകയിൽ അവിടെ കയറുമ്പോൾ തന്നെ അവരെ കുറേ റെഡ് കളറിലുള്ള ഡിസൈനും ആർട്ടൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. എനിക്കെൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ഫുള്ള് കറക്കം തന്നെയാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ലെറ്റോ കഫേ അല്ലെങ്കിൽ തുർക്കിയുടെ ഭയങ്കര ഫേമസ് ആയ ഒരു ഷോപ്പുണ്ട് ബക്ലാവ് കിട്ടുന്നത്. അങ്ങോട്ട് പോകാനാണ് പ്ലാന്. എന്തെങ്കിലും ഒന്നിലേക്ക് പോകണം. അപ്പോൾ ആ വീഡിയോ കാണിക്കുന്ന ശേഷം നമ്മൾ
ബർത്ത്ഡേയുടെ കേക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. സോഫ്റ്റ് ഉണ്ടോ? ആലിബട്ടിന്റെ ഫേവറേറ്റ് ആണ് ഈ മിൽക്ക് കേക്ക്. ഈ കേക്കിന് അറിയപ്പെടുന്ന ആലിബട്ടിന്റെ പേരില്ല. എങ്ങനെയാണ് ചോദിച്ചത്? ഞങ്ങള് ആദ്യം ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് പിന്നെ ഒരെണ്ണം ഓർഡർ കഴിക്കാന്നുള്ളൊരു പ്ലാനിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഡയറ്റിലായതുകൊണ്ട് 2 എണ്ണം ഓർഡർ ചെയ്യാനുള്ളൊരു ഇതില്ല, മനസ്സില്ല. ഞങ്ങളിത് ഹാഫാക്കി ഷെയർ ചെയ്യാൻ വേണ്ടി. അടിപൊളി നിമിഷം. ചില ആളുകൾ ദുബായിൽ ട്രൈ ചെയ്തിട്ട് വൺ ഡേ ട്രൈ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറൻസ് ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. എനിക്ക് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും. എനിക്ക് ഇഷ്ടപ്പെടാമെന്ന് പറയുന്നുണ്ട്. ഇഷ്ടമായി. വായിലിടുമ്പോൾ തന്നെ മെൽറ്റായി പോകുന്നുണ്ട്. വളരെ സ്മൂത്ത് ആൻഡ് ക്രീമി. ഇടുന്നത് ഓർക്കുന്നുള്ളൂ, അപ്പോൾ മെൽറ്റായി പോവാണ്. സംഭവം നൈസാണ്. ഞങ്ങളിപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് കൊണ്ടുവന്നത് ചെന്തലക്കാരിൽ വരുമ്പോൾ. പക്ഷേ ഈ കലോറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് കഴിക്കുന്നത്. കാരണം കൊണ്ട് പകുതി ഓക്കെ ആയിരിക്കും. 2 പേർക്ക് ഉണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങി ഷെയർ ചെയ്യാം. നൈസ് കേക്ക്, നൈസ് എക്സ്പീരിയൻസ് ആണ്. നല്ല ആംബിയൻസ് ആണ്. ഒരുപാട് സമയം അത് ഒരു ഡേറ്റൊക്കെ പോലെ സംസാരിക്കാൻ പറ്റുന്ന പ്ലേസാണ്. അപ്പോൾ ഞങ്ങൾ നല്ല കേക്ക് എൻജോയ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് ഇൽഫോർഡുള്ള സുൽത്താനയിലാണ് കേട്ടോ. സുൽത്താൻ എന്നാണ് കറക്റ്റ് പറയാമെന്നറിയില്ല. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടാക്കുക. അടിപൊളി ഫുഡാണ്. അപ്പോൾ തുർക്കിഷ് ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ അവരുടെ ബ്രെഡും സാലഡും ആണ് വരുന്നത്. പിന്നെ ടിക്ക, അതായത് ചിക്കൻ ടിക്ക. പിന്നെ അതിൻ്റെ കൂടെ 2 റൈസ് വരുന്നുണ്ട്. പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാൽമൺ ആണ് കേട്ടോ. സാൽമൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.